വീണ്ടും നോയിഡയിലെ നിതാരി കൊലപാതക പരമ്പര കേസ് പ്രതി സുരേന്ദ്ര കോലിയെ വെറുതെ വിട്ട് സുപ്രീം കോടതി. പ്രതിയെ ഉടൻ മോചിപ്പിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. 2006 നോയിഡയിൽ 19 പേരുടെ ജീവനെടുത്ത കൊലപാതക പരമ്പര നടന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അജീഷ്, രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത കേസാണ്. ഇതിൽ ഒന്നല്ല ഒട്ടനവധി കേസുകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ നേരത്തെ ഈ പ്രതിയെ സുരേന്ദ്ര കോലിയെ വെറുതെ വിട്ടതാണ്. ഇനി ഒരു കേസ് കൂടിയാണ് ബാക്കിയുണ്ടായിരുന്നത്. അതിൽ കൂടി സുപ്രീം കോടതി മോചിപ്പിക്കണം എന്ന നിർദ്ദേശം നൽകുന്നതോടുകൂടി അയാൾ പുറത്തേക്ക് വരികയാണ്. വിവരങ്ങൾ എന്താണ് അജീഷ് ജയകുമാർ? റീജിത്ത്, ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, വിക്രംനാഥ് എന്നിവരുടെ മൂന്നംഗ ബെഞ്ചിന്റെ മുമ്പാകെയാണ് ഈ ക്യൂറേറ്റീവ് പെറ്റീഷൻ എത്തിയത്. ഈ വിടുതൽ ഹർജിയായിരുന്നു. ഈ വിടുതൽ ഹർജി പരിഗണിക്കവെയാണ് കോടതി ഈ സുരേന്ദ്ര കോലിയെ വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിറക്കിയത്. 13ാമത്തെ കേസാണ് ഇയാൾക്കെതിരെയുള്ളത്. 13 കേസ്, ബാക്കി മറ്റുള്ള എല്ലാ കേസുകളിലും നേരത്തെ തന്നെ ഇയാൾ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇത് അവസാനത്തെ കേസ് കൂടി കണ്ടെത്തിയതോടെ ഇനി മറ്റൊരു കേസും ഇല്ലെങ്കിൽ ഇയാൾക്ക് ജയിൽ മോചിതനാകാം, എത്രയും പെട്ടെന്ന് ജയിൽ മോചിതനാക്കണമെന്നൊരു ഉത്തരവാണ് സുപ്രീം കോടതി ഇറക്കിയിട്ടുള്ളത്. 2006 ഈ സംഭവം നടക്കുന്നത്. 2006 ഫെബ്രുവരി മുതൽ ഏതാണ്ട് ഡിസംബർ വരെയുള്ള ഇത്രയും മാസക്കാലം, 9 മാസക്കാലം നീണ്ട കൊലപാതക പരമ്പരകളാണ് ഈ രാജ്യത്ത് തന്നെ വലിയ ചർച്ചയായ സംഭവമായിരുന്നു അന്ന് ഈ ഇവർ താമസിച്ചിരുന്ന നോയിഡയിലെ UP ഡൽഹി അതിർത്തിയായിട്ടുള്ള UPയിലെ ഒരു സ്ഥലമായിട്ടുള്ള നോയിഡ സെക്ടർ 36 ഈ മനീന്ദർ സിംഗ് പാന്തർ എന്ന് പറയുന്ന ആളുടെ വീടിന്റെ നേരെ അടുത്തുള്ള ഓവുചാലിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ, കുട്ടികളുടെ കൈകാലുകളും മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും കണ്ടെത്തിയതോടെയാണ് വലിയ ചർച്ചയായത് ഈ സംഭവം. പിന്നീട് വലിയ പോലീസ് അന്വേഷണം നടത്തി. പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ വന്നതോടെ CBI വന്നു. CBI കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും വലിയ വീഴ്ചകളുണ്ടായിരുന്നു. പിന്നീട് 2011 വിചാരണ കോടതി ഇരുവർക്കും വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും പിന്നീട് അപ്പീൽ നൽകി അലഹബാദ് കോടതി 2023 മനീന്ദർ സിംഗ് പന്തറിനെ വെറുതെ വിടുകയായിരുന്നു. ഈ കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സുപ്രീം കോടതി അടക്കം ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം, ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, ഈ സുരേന്ദ്ര കോലിയുടെ അടക്കം മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പോലീസും CBIയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ മറ്റ് സാഹചര്യ തെളിവുകളോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളോ ശേഖരിക്കാൻ പ്രോസിക്യൂഷന്, അന്വേഷണ ഏജൻസികൾക്കായില്ല. പ്രോസിക്യൂഷൻ അത് ഇവരാണ് കുറ്റം ചെയ്തതെന്ന് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവസാനത്തെ പ്രതിയായിട്ടുള്ള സുരേന്ദ്ര കോലിയെ ഇപ്പോൾ വെറുതെ വിട്ടത്. ഈ മനീന്ദർ സിംഗ് പന്തറിനെ നേരത്തെ തന്നെ ആ കോടതി വെറുതെ വിട്ടതാണ്. അയാൾ ജയിൽ മോചിതനാവുകയും ചെയ്തു. എന്തായാലും രാജ്യം ഞെട്ടിയ ആ കേസിൽ ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ഒരു അന്തിമ തീരുമാനമെടുക്കുന്നു. മനീന്ദർ സിംഗ് കോലി ഏറ്റവും ഒടുവിലത്തെ പ്രതി കൂടി ഇപ്പോൾ മോചിതനാവുകയാണ്. ഈ കൊലപാതകം, ബലാത്സംഗം, ഈ നരഭോജനം അടക്കമുള്ള വലിയ ഗൗരവതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു ഈ കേസിന്റെ തുടക്കത്തിലുണ്ടായിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.